വെൽക്കം ടു കരുനാഗപ്പള്ളി. പ്രിയമുള്ളവരെ, നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ട്രിവാൻഡ്രം മാനവീയം വീതി പോലുള്ള നൈറ്റ് ലൈഫ് വൈബ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദിക്കാം നമുക്ക് കരുനാഗപ്പള്ളിക്കാരോട്. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തൊക്കെ നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നൈറ്റ് ലൈഫ് വേണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടോ? അതിന് മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗേൾസിൻ്റെ ആണോ ചോദിച്ചാൽ അതോ കോമൺ ആയിട്ട് നമുക്ക് മൊത്തത്തിലുള്ള കാര്യം ചോദിക്കുന്നത്? നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് തരുന്നത്. അപ്പം നല്ലതാണ്. പക്ഷേ അതിന് ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഓൾഡർ ജനറേഷൻസിന് ഇപ്പം നമ്മളിപ്പം ഇത്ര ലേറ്റ് ആയിട്ട് പോയിട്ട് വരുന്നത് അതൊക്കെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷേ യൂത്തിന്, യങ്ങർ ജനറേഷൻസ് അത് ഓക്കെയാണ് നൈറ്റ് ലൈഫ് വരുന്നത്. അപ്പം നമ്മുടെ അഭിപ്രായം എന്താ, വരണോ വേണ്ടേ? വരണം. പ്രത്യേകിച്ച് ഗേൾസിന് കുറച്ചും കൂടെ വൈബായിട്ട് വരാൻ പറ്റുന്നത് നൈറ്റ് ടൈമിലാണ്. സേഫ്റ്റിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, പക്ഷെ അത് എല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കണം. മീൻസ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരാൾ വിചാരിക്കേണ്ടതല്ലല്ലോ. അതുപോലെ തന്നെ മറ്റുള്ളവരും ആ രീതിയിൽ ബിഹേവ് ചെയ്യണം. കഫേകൾ വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ, അതായത് ഇങ്ങനെയൊക്കെ നല്ലതായിരുന്നു. പബ്ബൊക്കെ ഇവിടെ ബാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പബ്ബിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. വന്നാൽ കൊള്ളാം, കുഴപ്പമില്ല. അതായത് പുരുഷനോടൊപ്പം സ്ത്രീക്കും ഇക്വാളിറ്റിയാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നൈറ്റ് ലൈഫ് വരുന്നതിനോട് നമുക്ക് യോജിപ്പാണുള്ളത്. പക്ഷേ നമ്മൾ അപ്പോഴും സ്ത്രീകൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആയാലും എത്ര സ്വാതന്ത്ര്യമുള്ളവരായാലും നമ്മൾ ഭയക്കുന്ന ഒന്നുണ്ട്. അതായത് നല്ല പുരുഷന്മാരെ നമ്മൾ ഭയക്കേണ്ടതായിട്ടില്ല. കാരണം സ്ത്രീയെ തൻ്റെ ഒരു പാർട്ടായിട്ട് കണക്കാക്കുന്ന ഇക്വാളിറ്റി ഉറപ്പ് കൊടുക്കുന്ന പുരുഷന്മാരെ നമുക്ക് ഭയക്കേണ്ടതില്ല. പക്ഷേ കേരളത്തിൽ നമ്മൾ അതിനപ്പുറം ഒരുപാട് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായവരും സ്ത്രീകളെ വെറും ഒരു കച്ചവട ചരക്കായിട്ട് കാണുന്ന കുറേയധികം വരുന്ന പുരുഷന്മാരും ഈ സൊസൈറ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരം ഒരു സൊസൈറ്റിയിലോട്ട് നമ്മൾ രാത്രിയിൽ ഇറങ്ങുമ്പം അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഭീഷണിയുണ്ട്. ആ ഭീഷണിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ നിയമപാലകരും നമുക്ക് പ്രൊട്ടക്ഷൻ തരികയും നിയമം അതുപോലെ ഉറപ്പ് തരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. ഫുഡ് സ്പോട്ട് കൂടുതൽ കൂടിയ കൊള്ളാം. എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് ഇറങ്ങി അങ്ങനെ നടക്കാവല്ലോ രാത്രി സുരക്ഷിതമായിട്ട്. ഇല്ല, അങ്ങനെ ഇപ്പോൾ കരുനാഗപ്പള്ളി ഇപ്പം തന്നെ പകല് തന്നെ പറ്റുന്നില്ല. പിന്നെ ഇനി രാത്രി കാലം കൂടെ ആയിക്കഴിഞ്ഞാൽ വല്ല റെസ്റ്റോറൻറ്റ് തുടക്കാണ്. ഇവിടെ എന്തോന്നും നടക്കത്തില്ല. സംഭവം വേണ്ടെന്നാണ് പറയുന്നത്. വേണ്ട, അതാ നല്ലത്. അങ്ങനെയാണ് നല്ലത് സംഭവം. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചോളം നമ്മൾ എറണാകുളം സംബന്ധിച്ചാൽ അത് വേറെ ലെവലാണ്. ആ ലെവലിൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തെക്കാട്ടി കഷ്ടമാണ് കരുനാഗപ്പള്ളിയുടെ കാര്യം നിലവിൽ പകല്. അത് അതേപോലുള്ള ബേക്കൂത്തുകളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം. കാരണം പിള്ളേരായാലും ശരി തന്നെ, വലിയവർക്ക് പോയ കുഴപ്പമില്ല, പക്ഷെ പിള്ളേരാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ അല്ലാതുള്ള തന്നെ പല സൈഡിലും നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് പെണ്ണായത്. അപ്പം പിന്നെ ബാക്കി ആ ഒരു ജീവിത ലെവലും കൂടെ നമ്മുടെ കരുനാഗപ്പള്ളിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമുണ്ടോ? ഇപ്പം കരുനാഗപ്പള്ളി സ്റ്റാൻഡേർഡാണ്. ആ ലെവലിൽ മുന്നോട്ട് പോകുന്നത് നല്ലത്. നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പറയാമല്ലോ, നമുക്ക് അതിനൊരു അന്തസ്സുണ്ട്. നമുക്ക് എറണാകുളം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇന്നെന്തോ ലെവല് മാറ്റമല്ലേ. നൈറ്റ് ലൈഫ് വരുന്നത് നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് തരം മാറ്റങ്ങളാണ് വരേണ്ടി വരുന്നത്? പകല് പോലെ രാത്രി ആവട്ടെ, എല്ലാവരും ലൈവായിട്ടിരിക്കട്ടെ. അപ്പം മോഷണങ്ങളും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. കുറെ പേര് ഉറങ്ങുമ്പോൾ കുറെ പേര് ഉണർന്നിരിക്കുന്നത് നല്ലതെന്നുള്ള അഭിപ്രായക്കാരനെ. നമ്മുടെ നാടിന്റെ കാവൽക്കാരായി മാറും. അങ്ങനെ ആവണം, അങ്ങനെ ആയാൽ നല്ലത്, അങ്ങനെ അല്ലെങ്കിൽ അപകടം എന്നുള്ളതാണ്. നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. പറഞ്ഞോ. എല്ലാവരും ഓണായിരിക്കണം. നൈറ്റ് ലൈഫ് ഇല്ലാത്ത ഈ സൊസൈറ്റി മാറാത്തതുകൊണ്ട് എറണാകുളത്ത് അവരൊക്കെ ഭയങ്കര ചിന്തിക്കുന്നവരാണ്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും രാത്രി ഇറങ്ങി നടക്കാനുള്ള ഇത് വരുത്തണം. കാരണം ജെൻഡർ ഇക്വാലിറ്റി, രണ്ടുപേർക്കും ഒരേ അവകാശമാണ് ഭൂമിയിലുള്ളത്. ജെൻഡർ ഇക്വാലിറ്റിയുടെ ആളാ. അതാണ്. പേരെങ്ങനെയായിരുന്നു? ഫിദ. ആലിയക്ക് എന്താ അഭിപ്രായം? ഉണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ഈ കഫേ പോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലേഡീസിനായാലും രാത്രിയൊക്കെ ഇറങ്ങി നടക്കുന്നത്. ഇപ്പം മോസ്റ്റ്ലി മൊത്തം ജെൻസ് മാത്രമേ ഉള്ളല്ലോ വെളിയിലുള്ളത്. ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലേഡീസിനും രാത്രിയിൽ നമ്മളൊക്കെ ഇറങ്ങി നടക്കുന്ന പോലെ നടക്കാനൊക്കെ പറ്റും. നല്ലതാണ് കഫേയൊക്കെ പറഞ്ഞാൽ. ഒരു പബ്ബൊക്കെ വരുന്നത് നല്ലതാണ്. ആണല്ലേ? അപ്പോൾ ഒരു പബ്ബൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഓഫ് കോഴ്സ്. ഉണ്ടോ?
അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് രാത്രി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കഫേ ആണോ അതോ എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ബീച്ചിലൊക്കെ ആ എന്തെങ്കിലുമൊക്കെ പരിപാടി. നിനക്ക് എന്താ പരിപാടി? നൈറ്റ് ലൈഫ് വരുന്നത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ളവർ പകൽ മാത്രം ലൈവ് ആയിരുന്നാൽ പോരാ, നൈറ്റിലും ലൈവ് ആവുന്നതോടുകൂടി നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം ജോലിക്ക് പോകുന്നവരൊക്കെ വന്നിട്ട് ആ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ നൈറ്റിൽ ഇങ്ങനൊരു പ്രോഗ്രാം നൈറ്റ് ലൈഫ് വരുന്നത് ബെറ്റർ തന്നെയാണ്. ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട്. വരണം. എന്തുകൊണ്ടാണ്? ഇപ്പം എല്ലാവർക്കും ഓരോ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവർ ഇറങ്ങി നടന്നെന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ മറ്റേ എന്തുവാ നാട്ടുകാർ പറയത്തില്ലയോ അസമയത്ത് ഇറങ്ങി നടന്ന്. അസമയം എന്തുവാ? എല്ലാവർക്കും ഒരേ സമയം ഇല്ലേ? അതാ ഏതാണ് അസമയം? ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും എല്ലാം ഒരേ സമയമാ. അത്രേ ഉള്ളൂ. ഇന്ന ആൾക്ക് ഇന്ന സമയമൊന്നും ഇല്ല. ഉണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ്? ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസോ അല്ലെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? പാട്ട് വരണം, ഗിറ്റാറ്, അതായത് ഈ കലാപരിപാടികളൊക്കെ ഉണ്ടാവണം അല്ലേ? അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും? ഫുഡിന്റെ നമ്മളൊരു ഫുഡിയാണോ? ഉണ്ടോ? അത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കാരണങ്ങൾ പറയാൻ പറ്റുമോ നമുക്ക്? അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് വരണം, എങ്ങനെ വരണമെന്നൊക്കെ? ആക്ടിവിറ്റീസ് ഈ ചില പാർക്കുകൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അതിലൊരു കുറവുണ്ട് കരുനാഗപ്പള്ളി. ഇപ്പോൾ ഇവിടെ ഈ ഫ്ലൈ ഓവർ മറ്റേ ഈ റോഡ് മാറല്ലേ, ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങനെ അധികം ആളുകൾ നിൽക്കത്തില്ല. ഇപ്പം നേരെയൊക്കെ പോവല്ലേ ടച്ച് ചെയ്ത പോലെ. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇവിടെ വച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നാണ്. നൈറ്റ് ലൈഫ് വന്നിട്ട് കാര്യമില്ലെന്നാണോ? ഇത് നമ്മൾ കരുനാഗപ്പള്ളിക്കാർക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ പുറത്തുള്ളവരല്ലേ? കരുനാഗപ്പള്ളിക്കാർക്ക് എന്തായാലും വേണം. കാരണം ഞാൻ ഇവിടെ +2 പഠിക്കുന്ന സമയത്തും നൈറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വൈബില്ല, ഒരു വൈബ് കിട്ടുന്നില്ല, വൈബ് കിട്ടുന്നില്ലായിരുന്നു. സമയമാകുമ്പോഴത്തേന് കടകളെല്ലാം അടയ്ക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ രാത്രി കഫേയും കാര്യങ്ങളൊക്കെ വന്നാൽ നൈസ് ആയിരിക്കും. ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങായിരുന്നു രാത്രിയൊക്കെ. പേരെങ്ങനെ? സാന്ദ്ര. സിദ്ധ. താങ്ക് യു. സാന്ദ്ര സിദ്ധ ബൈ. ഉണ്ട് തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ അത് വേറൊരു വൈബാണ് എപ്പോഴും. പക്ഷേ അതിനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗേൾസിനും ബോയ്സിനും ഒരേപോലെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റണം. അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, അത് പോസിറ്റീവാണ്. പോസിറ്റീവ്. നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ഒരിക്കലും പ്രൊട്ടക്ഷൻ കിട്ടിയില്ലെങ്കിൽ അത് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആവും. എന്താ മോഡൽ? അത് തന്നെ, സേഫ്റ്റി ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മീൻസ് ഗേൾസിനായാലും ബോയ്സിനായാലും പ്രൊട്ടക്ഷൻ, മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷൻ. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം സേഫ്റ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഗൗരി. അതുപോലെ ഫാമിലിക്കും കൂടെ അതിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ ഈ കപ്പിൾസ് അങ്ങനെയുള്ള വേണ്ടെന്നല്ല, അത് ഓവർ ആവരുത്. പരിധിക്ക് വേണം. ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അത് വിമൻസിനും ഇറങ്ങി നടക്കാൻ നൈറ്റ് ആകുമ്പോൾ നൈറ്റ് എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? ബോയ്സിന് മാത്രമല്ലേ ഇപ്പൊ നടക്കാൻ പറ്റും. അപ്പം നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോൾ ഗേൾസിനും അതെ വേണ്ടേ സന്തോഷമൊക്കെ. അലീന, ആദിലക്ഷ്മി, നവ്യ, റൈഫാന, ഗൗതം, ലാൽകൃഷ്ണൻ. നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? നമുക്ക് വൈബ് അടിച്ചടക്കാൻ പറ്റണം. വൈബ് അടിക്കണം. എല്ലാവരും വൈബിന്റെ ആൾക്കാരാണ് അല്ലേ? നമ്മുടെ പേരെങ്ങനെയായിരുന്നു? ഗീത. എവിടെ താമസിക്കുന്നത്? പള്ളിക്കാവിലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നേ, നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഇപ്പം ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ഈ രാത്രികാല ജീവിതമുണ്ട്. അതായത് ഈ ആണിനായാലും പെണ്ണിനായാലും ഒരുപോലെ ഇറങ്ങി നടക്കാനും ഒക്കെ പറ്റുന്നൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി വരണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടാണ്? ഇവിടെ മൊത്തം അങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിയിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആ രാത്രി ഇപ്പം ഫാമിലി ആയിട്ടാണെങ്കിലും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പ്രതീക്ഷ കൊണ്ടാണോ? ഉണ്ട്, എനിക്കിഷ്ടമാണ് അങ്ങനെ നടക്കുന്നത്. ഇഷ്ടമാണല്ലേ? ആണോ? എല്ലാവരും നമ്മുടെ കൂടുതലും പറഞ്ഞെന്താ അറിയോ, ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കാണ് നൈറ്റ് ലൈഫ് പറ്റുന്നതെന്ന്. അങ്ങനൊന്നുമല്ല, എല്ലാ ജനറേഷനും സെറ്റല്ലേ? താങ്ക് യു. ഇത്രയും സേഫ് ആണെന്ന് തോന്നുന്നില്ല കരുനാഗപ്പള്ളിയിൽ. തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ ആകുമ്പോഴത്തേക്ക് ഈ രീതിയിൽ ആളുകളോട്ടൊക്കെ ഡെയിലി മിങ്കിൾ ചെയ്തൊക്കെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൊതു സാഹചര്യമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സാഹചര്യം കരുനാഗപ്പള്ളി അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വരാതിരിക്കുന്നതായിരിക്കും നല്ലതാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പലതും കാണുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നത്. സേഫ് ആവും തോന്നുന്നില്ല. ആണെങ്കിലും ഒരു പ്രശ്നമില്ല. നൈറ്റ് ലൈഫ് എന്നുവെച്ചാൽ ഇറങ്ങി നടക്കാം, എവിടെ വേണമെങ്കിലും പോവാം, എത്ര രാത്രിയായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം, തിരിച്ച് കയറാൻ പറ്റും. പക്ഷേ
പക്ഷേ ലേഡീസ് ആണെങ്കിൽ കുറച്ച് വീട്ടിൽ നിന്നായാലും റെസ്ട്രിക്ഷൻ കാണും, അതുപോലെ ഒരു പേടിയും കാണും. അപ്പം പൊതുവെ പറയുകയാണെങ്കിൽ മെൻസിനാണ് കൂടുതൽ ഫ്രീഡം ഉള്ളത് ലൈനിൽ, ലേഡീസിന് ഭയങ്കര കുറവാണ് നൈറ്റ് ഫ്രീഡം ഉള്ളത്. അതെ, സെയിം ഒപ്പീനിയൻ. അല്ല സെയിം ഉണ്ടോ? എന്തുകൊണ്ടാണ്, ഏതൊക്കെ രീതിയിലുള്ളൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് വരികയാണെങ്കിൽ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സായിട്ട് പോകാനാണെങ്കിലും എനിക്ക് പുറത്തൊന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോകാനൊക്കെ ചിരിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ നൈറ്റ് ലൈഫ് വന്നാൽ അടിപൊളിയായിരിക്കും അല്ലേ? നല്ലതായിരിക്കും, അതെൻ്റെ അഭിപ്രായം. ആ, എന്നാലും രണ്ടുപേരും പാട്ട് കൂടാ പറ്റുമോ? ഓഫ് കോഴ്സ്, റെഡി. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണീർക്കിനാവായി തുളുമ്പി നിൽക്കും. ആണോ? അപ്പോൾ നമുക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാനാണ് ഇതുപോലുള്ള കലാകാരികളൊക്കെ രാത്രിയുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങും അല്ലേ? കലയൊക്കെ വന്നാൽ പൊളിയായിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. കരുനാഗപ്പള്ളിയിൽ ഏത് പെണ്ണുങ്ങൾ ലേഡീസിന് ഏത് രാത്രിയിലും ഇവിടെ വന്നിറങ്ങാം. യാതൊരു വിധമായ ആളുകളും ചോദ്യം ചെയ്യത്തില്ല. അത് എവിടെ പോയിട്ട് വരുന്നു, എന്തിനു പോയിട്ട് വരുന്നു ഒരിക്കലും ചോദ്യം ചെയ്യും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് വിളിച്ച് വണ്ടി വിളിച്ചുകൊണ്ട് പോകാൻ കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ ഇതായിട്ടുള്ളത് കരുനാഗപ്പള്ളി കിടന്നുള്ള KSRTC കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. എന്ത് വിഷയം വന്നാലും വണ്ടിക്കൂലി ഇല്ലെങ്കിലും അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ സുരക്ഷിതമായി എത്തിക്കേണ്ട ഫലത്ത് ഞങ്ങളുകൊണ്ട് എത്തിക്കും. അപ്പൊ ഇതുപോലുള്ള നമ്മുടെ കരുനാഗപ്പള്ളി വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ എന്തിനും തയ്യാറാണ്. ഏട്ടന്മാരാണ് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പവർ. അത് തന്നെ. അപ്പൊ എല്ലാവരുടെയും ഭൂരിഭാഗം അഭിപ്രായം നൈറ്റ് ലൈഫ് വരണമെന്നുള്ളത് തന്നെയാണ്. നമ്മളുടെയും അഭിപ്രായം പൊതുജന സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നൈറ്റ് ലൈഫ് ഉണ്ടാവണം എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.